അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കോടതിയുടെ ഒരു സമൻസ് കൂടെ വന്നിരിക്കുന്നു. എത്ര കേസുണ്ടെന്നറിയില്ല. മുമ്പ് ഈ RSSകാരാണ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സുപ്രീം കോടതി പോയി മാപ്പ് പറഞ്ഞ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് കാലുപിടിച്ച് രക്ഷപ്പെട്ടതാണ്. പിന്നെ എല്ലാ മോദിമാരും എന്താണ് ഇങ്ങനെ കള്ളന്മാർ എന്ന് പറഞ്ഞ കേസിലാണ് MP സ്ഥാനം വരെ പോയി. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ കേസുകളുടെ പുറത്ത് കേസുകളുമായി വിടുവായത്തരം പറഞ്ഞ് കേസുകൾ വിലയ്ക്ക് വാങ്ങുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം കരുതുന്നത് ഞാൻ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പറഞ്ഞ ആളായതുകൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ടെന്നൊക്കെ ധരിച്ചു വെച്ചതുകൊണ്ടാണോ എന്നറിയില്ല. ഇത്തവണ വന്നിരിക്കുന്ന കേസ് പട്ടാളത്തെ ആക്ഷേപിച്ചതിനാണ്, അല്ലേ? അതെ. എന്താണ് ആ കേസിൻ്റെ ചരിത്രം? അതായത് ലക്നൗ കോടതി ആണ് സമൻസ് അയച്ചിരിക്കുന്നത്. മാർച്ച് 24 നേരിട്ട് ഹാജരാകാൻ ആണ് സമൻസ്. ഇത് ഭാരത് ജോഡോ യാത്ര, മറ്റേ സോറോസിന്റെ ഫണ്ട് മേടിച്ച് സോറോസിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ഷെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ വെച്ചിട്ട് പട്ടാളത്തിനെ അപമാനിക്കുന്ന പ്രസ്താവന ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവയാണ്. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് സൈന്യത്തിലെ കേണലിന് സമമായിട്ടുള്ള റാങ്കാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പാരാമിലിറ്ററി ആണ് BRO. അതെ, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതെ, ആ റാങ്ക് ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേക കോടതിയാണ്. MP മാർക്കും MLA മാർക്കും എതിരായ കേസുകൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ലക്നൌവിൽ. അങ്ങനെ ഒരു കോടതി അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ സംഗതി അയച്ചിരിക്കുന്നത്. ഇയാൾ പറഞ്ഞതല്ല, അങ്ങനത്തെ കോടതി നമ്മുടെ ഇവിടെയുണ്ട്. എറണാകുളം CJM കോടതിയിൽ കോടതി സമുച്ചയത്തിൽ ഈ ജനപ്രതിനിധികൾക്കെതിരെ MLA മാർക്കും MP മാർക്കും എതിരെയുള്ള കേസ് തീർക്കാൻ ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. അതിനുവേണ്ടി മാത്രം. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൈനീസ് സോൾജേഴ്സ് ആർ ബ്രീത്തിങ് അപ്പ് ഇന്ത്യൻ ആർമി പേഴ്സണൽ ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ചൈനീസ് ഭടന്മാർ ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ്, വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്, വെടിവെച്ച് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ മാനനഷ്ട കേസായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഡിഫമേഷൻ കേസ് ആയിട്ടാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറി ചൈനീസ് പട്ടാളം ഇന്ത്യൻ ഭടന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചൈനീസ് പട്ടാളത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു വർത്തമാനം പറച്ചിലാണ്. ചൈനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇദ്ദേഹം ചൈനയിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നു, ചൈനയുമായിട്ട് എന്തോ രഹസ്യ കരാർ ഒപ്പിടുന്നു. ഗാൽവാൻ സംഘർഷകാലത്ത് ഇയാൾ ചൈനീസ് എംബസി പോയിരുന്നു എന്ന് ചൈനീസ് എംബസി പത്രക്കുറിപ്പിരുന്നു. അതെ, സ്ഥാനപതിയെ കണ്ടിരുന്നു. ആരുടെയൊക്കെ ചാരനാണോ? ചൈനയുടെ, സോറോസിന്റെ ഒരു പിടികിട്ടാത്ത കഥാപാത്രം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദേശവിരുദ്ധനാണെന്ന് ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ. ചൈനീസ് ആതിഥ്യം ഇയാൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ഫണ്ട് സോറോസിൻ്റെ കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ ചൈനയ്ക്ക് വേണ്ടി അനുകൂലമായി പറഞ്ഞിട്ട് ഇന്ത്യൻ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടാണ് ഇയാളുടെ നീക്കങ്ങൾ എന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ. അപ്പോൾ 2023 മാർച്ചിലാണ് കുറച്ച് ദിവസത്തേക്ക് ലോക്സഭയിൽ നിന്ന് ഇയാളെ അയോഗ്യത കൽപ്പിച്ച് മാറ്റിയെടുത്തിരിക്കുന്നത്. പിന്നെ ആ മോദി പരാമർശത്തിൽ ലളിത് മോദിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാ കള്ളന്മാർക്കും എല്ലാ മോദി എന്ന് പേര് എന്ന് ചോദിച്ചു. അത് സുപ്രീം കോടതി ആ അയോഗ്യത സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കുറ്റക്കാരൻ എന്ന് വിധിച്ചു. 2 വർഷം തടവ് ഗുജറാത്ത് കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നു. ഇപ്പോൾ വിധി സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് ശിക്ഷാ കാലാവധി ബാർ ചെയ്തിരിക്കുന്നു. അത് ഗൂഢാലോചനയാണെന്ന് അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. BJPയും കോടതിയൊക്കെ നടത്തിയ ഗൂഢാലോചന. അതാണ് സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം ശിക്ഷ കുറച്ചിരുന്നെങ്കിൽ അയോഗ്യത വരില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. കാലാവധി കറക്റ്റാക്കി ശിക്ഷിക്കാൻ മാത്രം വെച്ചു എന്നാണ്. അപ്പോൾ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മയാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. ശ്രീവാസ്തവ പരാതിക്കാരനെതിരെ ഹാജരാകുന്ന വിവേക് തിവാരി അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്.
ഡിസംബർ 16, 2022 ഡിസംബർ 16 ഈ പ്രസ്താവന നടത്തിയത് രാഹുൽ ഗാന്ധി. 2022 ഡിസംബർ 9 നടന്ന ചൈന ഇന്ത്യ സംഘർഷത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ആ ഗാൽവാൻ സംഘർഷത്തിനെ പറ്റി ആണ് പറഞ്ഞത്. അതിൽ എൻ്റെ ഓർമ്മ 27 ഇന്ത്യൻ ഭടന്മാർ ആ കാലത്ത് കൊല്ലപ്പെട്ടിരുന്നു. അവിടെ 90ഓളം പേര് മരിച്ചു. കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ആ ആളുകളെ പുച്ഛിക്കുകയാണ് വേണ്ടത് ചൈനയുടെ കാര്യം പറഞ്ഞിട്ട്. അല്ല, ഇന്ത്യക്കൊരു പ്രതിസന്ധി എപ്പോഴെങ്കിലും വന്നാൽ അന്നൊക്കെ അതിനെ അപഹസിക്കാനും പുച്ഛിക്കാനും ശത്രുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനും മാത്രം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഇയാളുടെ മുത്തച്ഛൻ മറ്റേ ജവഹർലാൽ നെഹ്റു ഉണ്ടല്ലോ, 1962 ഒക്ടോബറിൽ ചൈന ആദ്യം ഈ ഇത് തുടങ്ങുമ്പോൾ അന്ന് കൊളംബോയിലായിരുന്നു അയാൾ. കൊളംബോയിൽ നിന്ന് അയാൾ പറഞ്ഞത് ഐ ഹാവ് ആസ്ക്ഡ് മൈ ബോയ്സ് ടു റിറ്റാലിയേറ്റ് എന്നാണ് പറഞ്ഞത്. സൈന്യത്തിനെ പറ്റിയാ പറയുന്നത് മൈ ബോയ്സ് എന്ന്. ചൈനക്കാരെ അടിച്ചോടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഒന്നാമത് നയതന്ത്ര കാര്യങ്ങളെപ്പറ്റി ബോധമുള്ള ഒരാൾ അങ്ങനെ സംഘർഷം നടക്കുമ്പോൾ പറയില്ല. ബോയ്സ് എന്ന് വിളിക്കാം, മൈ ബോയ്സ് എന്ന് പറയാം, സ്നേഹം കൊണ്ട് വിളിക്കാം. അത് വിളിക്കാം ആർക്കാന്നറിയാം, ആ സേനാ മേധാവിക്ക് പറയാം. അത് ശരിയാണ്. മൈ ബോയ്സ് എന്ന് ഇയാൾക്ക് വേറെ ആളുകളൊക്കെ പറ്റി പറയാം, യൂത്ത് കോൺഗ്രസ്സുകാരെ പറ്റിയൊക്കെ പറയാം. അത് മാത്രമല്ല, ഇനി അങ്ങനെ വിളിക്കാം, അത് നമ്മൾ ഇളവ് ചെയ്ത് കൊടുത്താൽ പോലും പരസ്യമായി അടിച്ചോടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആ യുദ്ധം നടക്കുന്ന സമയത്തോ ടെൻഷനുള്ള സമയത്ത് പറയാമോ എന്നുള്ളത് ഒരു സാങ്കത്യം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പറഞ്ഞത് കൊണ്ടാണ് ചൈനക്കാർ കൂടുതൽ ആഞ്ഞടിച്ചത് എന്ന് പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ബ്ലണ്ടറായിരുന്നു, വിവേകപൂർവ്വമല്ലാത്ത ഒരു വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിപ്പോവോ? ഇല്ലല്ലോ, അവർ കുറേയും കൂടി വീറോടുകൂടി അടിക്കുകയേ ഉള്ളൂ. അങ്ങനെയാണ്. നമ്മുടെ അടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, വേണ്ടത്ര ഒന്നുമില്ലായിരുന്നു, നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇയാൾ അന്ന് ആ ഈസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവിയായിട്ട് ബന്ധുവായിരുന്ന ഒരു കൗളിനെയാണ് വെച്ചിരുന്നത്. അങ്ങേര് മുന്നണിയിൽ ഉണ്ടായിരുന്നേ ഇല്ല. ആ യുദ്ധത്തിന് ശേഷം അയാളെടുത്ത് കളയുകയും ചെയ്തിരുന്നു ആ കാലത്ത്. അപ്പോൾ പിന്നെ വേറൊരു കേസ് ഉണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ. അമിത്ഷായെ മർഡറർ എന്ന് വിളിച്ചത്, അങ്ങനൊരു കേസ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അമിത്ഷായെ കൊലയാളി എന്ന് വിളിച്ചത് BJP നേതാവ് നവീൻ ഝാ കൊടുത്ത കേസാണത്. 2018 മാർച്ച് 18 നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അമിത്ഷായെ കൊലയാളി എന്ന് വിളിച്ചത്. വന്ന് ഈ ബനിയൻ ഗാന്ധിക്ക് ഒരു വിവരവും ഇല്ലല്ലേ? ടീഷർട്ട് ഗാന്ധി. ആ ടീഷർട്ട് ചൈനയിൽ നിന്ന് കിട്ടിയതാന്ന് മറ്റേ മൊബൈൽ ഫോൺ ചൈനയിലാന്നൊക്കെ പറഞ്ഞിരുന്നു. ചൈനയിൽ ടീഷർട്ട് മേടിച്ചിരുന്ന ആളുകളെ ഞാൻ ഇന്ത്യയിൽ വേറെ ആരും കണ്ടിട്ടില്ല. അതെ, ആരും ചെയ്യില്ല. ഒന്നാമത് കാണാനൊന്നും വലിയ ഗുണമുള്ളതല്ല. നമ്മൾ നല്ല ടീഷർട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, തിരുപ്പൂർ പോയാൽ ഒന്നാം തരം സാധനം കിട്ടും, നല്ല സാധനം കിട്ടും. കർണാടക നിയമസഭാ പ്രചാരണ കാലത്താണ് മറ്റേ ഈ മർഡറർ എന്ന് വിളിച്ചത്. ആ കേസ് ഫെബ്രുവരി 11 ആണ് വെച്ചിരുന്നത്. ഇന്നലെ അതെന്തായി എന്ന് നോക്കണം. അത് മാറ്റി വെച്ചിട്ട് ഏതായാലും കേസുകൾ കുറേയുണ്ട്. വിടുവായത്തം പറയുക എന്നുള്ളത് ഭൂഷണമായി കൊണ്ടു നടക്കുന്ന ഒരു വിവരദോഷിയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനാണ്? അതെ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഒരുപാട് കഴിഞ്ഞ ദിവസം വേറൊരു സമൻസ് മറ്റേ രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ പുതിയ കെട്ടിടം മറ്റേ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം ആ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പോരാട്ടം സ്റ്റേറ്റിനെതിരെയാണ്, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ്, ഇന്ത്യക്കെതിരെയും കൂടിയാണ് ഇന്ന് പോരാട്ടം എന്ന് പറഞ്ഞു. അതിപ്പോൾ ഒഡീഷയിൽ കേസായിട്ടുണ്ടല്ലേ? ഒഡീഷയിൽ കേസായിട്ട് അവിടുത്തെ ഒരു പൂജാരി എന്ന് പറഞ്ഞ ഒരാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ BJPയുടെ പ്രാദേശിക നേതാവും മറ്റോ ആണ് ഈ പൂജാരി. കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം DIG പറഞ്ഞിരുന്നു ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ ആ ഭാഗത്തെ SP-യോട് വിശദമായിട്ട് ഇത് അന്വേഷിച്ചിട്ട് FIR ഇട്ടിട്ടുണ്ട്, വിശദമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം DIG പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. അപ്പോൾ അതുമുണ്ട്. അല്ല, അത് ഗുരുതരമായ കുറ്റമാണ്. ഗുരുതരമായ കുറ്റമാണത്. കാരണം വിഘടനവാദികൾ പറയുന്നവർ അതാണ്, അത് ഡിഫമേഷൻ അല്ല,
അത് ക്രൈമായി, രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരും. ഇന്ത്യക്കെതിരെയാണ് ഞങ്ങൾ മറ്റേ മാവോയിസ്റ്റുകൾ പോലും അങ്ങനെ പറയാറില്ല. അതെ അതെ അതെ. ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോദി സർക്കാരല്ല, രാഷ്ട്രമാണ്. രാഷ്ട്രത്തിനെതിരെയാണെന്നാണ് അതിൻ്റെ ബിനി. മനോരമയ്ക്ക് പോലും അത് സംശയം ഉണ്ടായി. അതുകൊണ്ട് ആ വാർത്ത കൊടുത്തപ്പോൾ മനോരമ ലേഖനം എന്ന് എഴുതി, രാഹുലിന് നാക്കുപിഴ പറ്റിയതാണോ അദ്ദേഹം വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചതാണോ എന്ന് ഇതുവരെ വിശദമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാണ് മനോരമ എന്ന് വാർത്ത എഴുതി. ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അതെയോ? മൈ ഫൈറ്റ് ഈസ് ഓൾസോ എഗൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഇയാൾ മുമ്പ് 2018 മറ്റോ പ്രസംഗിച്ച ഒരു വാർത്തയും ഞാൻ കണ്ടു. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അതിശക്തമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതി. ഭീകരമാണ്. കാരണം മോദിക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയാം, ഭരണകൂടത്തിനെതിരെയാണെന്ന് പറയാം, RSSനും BJPക്കും എതിരെയാന്ന് പറയാം, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാന്ന് പറയാൻ പാടില്ല. ഇത് അയാൾ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇയാൾ മറ്റേ വാഷിങ്ടണിലൊക്കെ പോകുമ്പോൾ സോറോസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടാണല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ സോറോസ് അങ്ങോട്ട് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ. ഇത് തലച്ചോറിൽ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡാണ്. അതെ, ആ സോഫ്റ്റ്വെയർ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റേ യു ഷുഡ് ഫൈറ്റ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് എന്നൊക്കെ സോറോസ് അങ്ങോട്ട് ബോധിപ്പിക്കുന്നുണ്ടാവും. അതാണ് ഇവിടെ സ്വന്തമായിട്ടൊന്നും ആലോചിച്ച് പറയാനുള്ള ബുദ്ധിയില്ല, വിവരമില്ല. ഇത് പറയുന്ന കേട്ടൊന്നും വായിക്കുകയില്ല. അതെ. ഏതായാലും ചൈനീസ് ടീഷർട്ട് ഗാന്ധിയുടെ ഭാവി മിക്കവാറും കോടതി വരാന്തകളിലായിരിക്കും. ഒരുപാട് കാലം നിൽക്കേണ്ടി വരും. ഈ സ്റ്റേറ്റിന്റെ കേസിലൊക്കെ ജയിലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.